വിവാഹവേദിയിൽ നമുക്കിപ്പോൾ സ്ഥിരമായി കാണാൻ കഴിയുന്നതാണ് വയലിൻ വായിക്കുന്നവരല്ലേ. നമ്മളൊക്കെ അത് ആസ്വദിക്കുന്നവരുമാണ്. എന്നാൽ ഈ ഒരു വിവാഹവേദിയിൽ മത്സരിച്ച് വയലിൻ വായിച്ചത് മറ്റാരുമല്ല, നവദമ്പതികൾ തന്നെയാണ്. കൊല്ലത്താണ് സംഭവം. പാരിപ്പള്ളി സ്വദേശി വിജിൻ ദേവിന്റെയും തീർത്ഥയുടെയും ആ വൈറൽ കല്യാണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. കാണാം. നമ്മളിപ്പോൾ കണ്ട കല്യാണ വീഡിയോയിലെ വൈറൽ താരങ്ങൾ തീർത്ഥ, വിജിൻ ദേവ് വിവാഹം കഴിഞ്ഞ് അല്ലേ? എന്തുവാണ് അന്ന് കല്യാണ ദിവസം? വീഡിയോ വൈറലാണല്ലോ. അതെ, പെട്ടെന്ന് സംഭവിച്ചതാണ്. പ്ലാനിങ് ഉണ്ടായിരുന്നു, സംഭവിച്ചു. എങ്ങനെയാണ് നിങ്ങൾ ഈ പരിചയപ്പെട്ടത്? കാര്യം രണ്ടുപേരും വയലിൻ വായിക്കുന്നു. ഞാൻ പഠിപ്പിച്ചതാണ്. ആശാരി ശിഷ്യയാണല്ലേ? പ്രണയമായിരുന്നാ? പ്രണയമായിരുന്നു. പഠിക്കാൻ പോയി പഠിച്ച് പിന്നെ ഒരുമിച്ചായി. എന്താ ഈ വിവാഹത്തിന് വയലിൻ വായിക്കണം എന്നൊരു നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തായിരുന്നോ? അതെ, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇതാരും അങ്ങനെ ഇതുവരെയും കേരളത്തിൽ ഇങ്ങനെ ഒരു കപ്പിള് ഇല്ല. എന്താ ഈ മറ്റേ നമ്മുടെ ആ യോധയിലെ പാട്ട് തിരഞ്ഞെടുക്കാൻ കാര്യം? അതിപ്പോൾ ഡ്യുവറ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ട് തന്നെ ചൂസ്. അതും അങ്ങനെ ഒരു യുദ്ധം പോലെ. ജീവിതത്തിൽ യുദ്ധം വേണ്ട കേട്ടോ, ജീവിതത്തിൽ യുദ്ധം വേണ്ട. ജീവിതത്തിൽ ഇല്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്യണം. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു അതൊരു വെറൈറ്റി. സാധാരണ ഈ വധു ഡാൻസ് കളിച്ച് വരുന്നതൊക്കെയാണ് നമ്മുടെ ഒരു നാട്ടിലുള്ള സാധനം. പക്ഷെ ഇപ്പം രണ്ടുപേരും വയലിൻ പഠിച്ച ആൾക്കാരാണ്. ഒന്ന് ശിഷ്യയും ആശാനും. എല്ലാവരും വളരെയധികം ഒരുപാട് പേര് പ്രതീക്ഷിക്കാതെ തന്നെ വീഡിയോ വൈറലായതാണ് ഏറ്റവും വലിയൊരു ഞെട്ടലായിട്ടിരിക്കുന്നത്. ഇനി എന്താ പരിപാടി ഭാവി? ഇത് സംഗീതമായിട്ട് മുന്നോട്ട് പോകുക അങ്ങനെയാണ്? സംഗീതമാണ് ജീവിതം. നമ്മൾ പ്രൊഫഷൻ അത് തന്നെയാണ്. വീട്ടുകാർക്കും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോഴത് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചാനലൊക്കെ തുടങ്ങി അതിൻ്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് നടക്കട്ടെ. എന്തായാലും ഇങ്ങനെ സംഗീത സാന്ദ്രമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. സംഗീതത്തിലും ജീവിതത്തിലും മികച്ച ഒരു ഉന്നതി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. വിജിൻ, തീർത്ഥ രണ്ടുപേരും അസാധ്യമായാണ് വയലിൻ വായിച്ചത്. നമുക്കിപ്പം കൂടുതൽ വിശേഷങ്ങൾ പറയാൻ കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, വിവാഹവേദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വയലിൻ വായിക്കുന്നവരെ കാണുന്നത് ഇപ്പോൾ ഒരു സ്ഥിര സാന്നിധ്യമാണല്ലേ വയലിൻ വായിക്കുന്നവർ. പക്ഷേ നവദമ്പതികൾ തന്നെ വയലിൻ കയ്യിലെടുത്ത് മത്സരിച്ച് വായിക്കുന്നതിൽ ഒരു കൗതുകമുണ്ടല്ലേ? സന്ധ്യ, എന്ത് രസമുണ്ട് ആ ഒരു അവരുടെ സംസാരവും അവരുടെ ആ കല്യാണ വേദിയിലെ ആ ഒരു പെർഫോമൻസും ഒക്കെ തന്നെ കാണാൻ. കാര്യം അവർ 4 വർഷമായി പ്രണയിക്കുന്നവരാണ്. ഈ വരൻ ഈ തീർത്ഥയുടെ അധ്യാപകനാണ്. അവർ വയലിൻ പഠിക്കാൻ വേണ്ടിയാണ് വരൻ്റെ വിജിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. വിജിൻ ദേവ് നേരത്തെ മുതലേ വയലിൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രദേശത്തൊക്കെ ഒട്ടേറെ ശിഷ്യസമ്പത്തുള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഈ വയലിൻ കച്ചേരികളൊക്കെ നടത്താറുള്ള വ്യക്തിയാണ്. അങ്ങനെ ഈ തീർത്ഥ അവിടെ പഠിക്കാനായി വരുന്നു. അതിനു മുമ്പ് ഡാൻസ് ആയിരുന്നു
പഠിച്ചിരുന്നത്. അതിനുശേഷം ഈ മാതാപിതാക്കളുടെയൊക്കെ താല്പര്യപ്രകാരം ഈ വയലിനിലേക്ക് വരികയാണ്. അങ്ങനെ വയലിൻ പഠിച്ച് അങ്ങനെ തുടങ്ങിയ സമയത്താണ് ഇരുവരും തമ്മിലുള്ള ഒരു പ്രണയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തിനായാലും അവരിങ്ങനെ പ്രണയിച്ച് വയലിനൊക്കെ പഠിച്ച് മുന്നോട്ട് പോയി. അവസാനം വീട്ടിൽ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞു. ആ രണ്ട് വീട്ടുകാരും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടു കൂടി അവർ ജീവിക്കട്ടെ എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇവരുടെ വിവാഹം കഴിയുന്നതും. വിവാഹ ദിവസം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു താല്പര്യം ഇവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ നമുക്ക് പലപ്പോഴും കാണാറുണ്ട് പല സ്ഥലങ്ങളിലും വിവാഹ വേദിയിൽ ഈ വധു ഡാൻസ് കളിച്ച് വരുന്ന അല്ലെങ്കിൽ വരനും വധുവും ചേർന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് തങ്ങൾ രണ്ടുപേരും ഏറ്റവും അധികം സ്നേഹിക്കുന്ന രക്ഷിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് വയലിനെയും സംഗീതത്തെയുമാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു വ്യത്യസ്തത വരുത്താമെന്ന് ഇരുവരും തീരുമാനിക്കുന്നു. അത് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വയലിനുമായിട്ട് അങ്ങോട്ട് വേദിയിലേക്ക് കയറുകയാണ്. അതിഗംഭീരമായിട്ട് യോദ്ധായിലെ പാട്ട് അങ്ങ് പ്ലേ ചെയ്യുകയാണ്, മത്സരിച്ച് വായിക്കുകയാണ്. ആ ഫുള്ള് വീഡിയോ കാണുമ്പോൾ അറിയാൻ സാധിക്കും. അവരങ്ങ് മത്സരിച്ച് വായിക്കുകയാണ്. ഓരോ വരികൾ വരുമ്പോഴൊക്കെ അവരുടെ ആവേശം കൂടുകയാണ്. കയ്യടികളുമൊക്കെ ആയി അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും വിവാഹത്തിലെത്തിയ ആൾക്കാരും ഒക്കെ തന്നെ വലിയ കയ്യടിയോടുകൂടിയാണ് ഇരുവരെ സ്നേഹിച്ചത്. ആരായാലും കൈയടിച്ചു പോകും അല്ലെ, അത്ര ഗംഭീരമായാണ് രണ്ടുപേരും വായിക്കുന്നത്. എന്തായാലും സംഗീത സാന്ദ്രമായ ഒരു അടിപൊളി ലൈഫ് ആയിരിക്കട്ടെ രണ്ടുപേർക്കും എന്ന് ആശംസിക്കുകയാണ്.